Hello my dear students, welcome back to higher secondary plus 2 botany classes. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് തറവായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി പോർഷനായ ആന്തറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് എന്നുള്ളതിൻ്റെ തുടക്ക ഭാഗമായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഒരു ഫ്ലവറിൻ്റെ LS വരച്ചു പഠിച്ചു. അതിൻ്റെ എല്ലാ പോർഷൻസും പ്രധാനമായിട്ടും അതിനകത്ത് വരുന്ന എസെൻഷ്യൽ വേർഡ്സ് അല്ലേ, സ്റ്റേമൻ ആൻഡ് പിസ്റ്റിൽ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, അതാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അതിൽ സ്റ്റേമൻ്റെ കുറേ പാർട്ട് നമ്മൾ പഠിച്ചിരുന്നു. Stamen composed of two parts, filament and anther. Then what about anther? Anther, it is the most important part, consists of anther wall, 4 layered anther wall. അതിൻ്റെ layers, അതിൻ്റെ functions ഒക്കെയാണ് കഴിഞ്ഞ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Now we are going to discuss about the development of anther, then microsporogenesis and structure of microspores. Okay. Then anther development. Anther bilobed ആണ്, tetrasporangiate, tetragonal. ഓക്കെ, ഇത്രയും ആന്തറിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഹൗ ദ ആന്തർ മെച്യൂർ, വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റൽ സീക്വൻസസ് ഓഫ് ആന്തർ എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ബുക്കിൽ ഡിസ്കസ് ചെയ്യാത്തൊരു പോർഷൻ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്നത് ആന്തർ പ്രൈമോഡിയമാണ്. അത് 4 ലോബ്ഡ് അല്ല, ജസ്റ്റ് ഒരു ഇമ്മച്ചുറായൊരു സ്ട്രക്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ലോബിൽ ആർക്കിസ്പോറിയൽ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരും. ദിസ് ആർക്കിസ്പോറിയൽ സെൽ ഡിവൈഡ് പെരിക്ലൈനലി ടു ഫോം 2 cells, primary parietal cell and primary sporogenous cell. This parietal cell develop into 4 layered anther wall and primary sporogenous cell develop into മൈക്രോസ്പൊറാഞ്ചിയം. ഇങ്ങനെയാണ് ആന്തറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. ദെൻ മൈക്രോസ്പൊറാഞ്ചിയയുടെ അതിനകത്തുള്ള ഡെവലപ്മെൻറ്റൽ സീക്വൻസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിനായിട്ടും മൈക്രോസ്പൊറോജെനസിസ്. സോ ദർ ആർ 4 microsporangia present in each anther. Microsporangia contain large number of homogeneous cells known as sporogenous tissue. The sporogenous tissue, each cell of the sporogenous tissue act as microspore mother cell. Microspore mother cell, or it is a meiocyte. It divide by meiosis to form thousands of pollen grains or microspores. Okay, അപ്പോൾ microspore mother cell present in microsporangia divide by meiosis to form microspores. Immediately after meiosis, these pollen grains, 4 cells are formed. These pollen grains are united into a single group known as pollen tetrad. Okay, later they dissociate into individual pollen grains. Now you can see pollen tetrad, picture of pollen tetrad. സോ മിയോസിസ് കഴിഞ്ഞാൽ ഒരു സെല്ല് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 4 സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ആ 4 സെല്ലും ഒരുമിച്ച് കാണും. അതിന് ആ ഒരു യൂണിറ്റിനാണ് പോളൻ ടെട്രാഡ് എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് മൈക്രോസ്പോറോജെനസിസ്? ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഓർ പോളൻ ഗ്രെയിൻസ് ഫ്രം സ്പോർ മദർ സെൽ ത്രൂ മിയോസിസ്. ഓക്കെ, മൈക്രോസ്പോറോജെനസിസ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, പോളൻ ഗ്രെയിൻസ്. അപ്പം പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ മിയോസിസ്. പോളൻ മദർ സെൽ ഡിവൈഡ് ബൈ മിയോസിസ്. ഓക്കെ, സോ എ സെൽ ഫോംഡ് ആഫ്റ്റർ മിയോസിസ് ഈസ് ഓൾവേസ് ഹാപ്ലോയിഡ്, ഹാവിങ് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ആർ ഹാപ്ലോയിഡ് സെൽസ്. നേച്ചറിൽ പല തരത്തിലുള്ള പോളൻ ഗ്രെയിൻസ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ് കാണാം. ഇൻ ഷേപ്പ്, ഇൻ ഡിഫറെൻറ്റ് ഇൻ ഓർണമെൻറ്റേഷൻ, ഇൻ കളർ. നോക്കൂ, നിങ്ങൾ കാണുന്ന പിക്ചേഴ്സ് എല്ലാം പോളൻ ഗ്രെയിൻസിൻ്റെ പിക്ചേഴ്സാണ്. മൈക്രോസ്കോപ്പിക് വ്യൂസ് ആണ്. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഓർണമെൻറ്റേഷൻ, ഷേപ്പ്, സൈസ് ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ്, വെറൈറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ്.
ഓക്കെ, ഇങ്ങനെയാണ് പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ. എന്താണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. പോളൻ ഗ്രെയിൻസ് ആർ മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്നതാണ് ഫസ്റ്റ് പോയിൻ്റ്. മെയിൽ ഗാമെറ്റോഫൈറ്റ്. ഗാമെറ്റോഫൈറ്റ് ഈസ് ദ ഗമീറ്റ് പ്രൊഡ്യൂസിങ് പ്ലാന്റ് ബോഡിയാണ്. അപ്പം ഇതിൽ നിന്നാണ് മെയിൽ ഗമീറ്റ് ഉണ്ടാവാൻ പോകുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സൈസിലും ഷേപ്പിലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് മെജോറിറ്റിയും സ്ഫെറിക്കൽ ഇൻ ഷേപ്പാണ്. ഓക്കെ, പക്ഷേ ഓവലുണ്ട്, റിബൺ ഷേപ്പ്ഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. മെജോറിറ്റിയും സ്ഫെറിക്കലാണ്. ദെൻ ഇനി അതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ പോളൻ വോൾ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പോറോഡേം. Pollen wall is two-layered. It is made up of two layers. Outer layer is called exine and inner layer is called intine. Important ആണ്, ശ്രദ്ധിക്കണം. Exine, outer wall, it is thick and hard. ഹാർഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഔട്ടർ വോൾ ഉണ്ട് പോളൻ ഗ്രെയിൻ. ഇറ്റ് ഈസ് കോൾഡ് എക്സൈൻ. ഇതിനാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓർണമെൻറ്റേഷൻസ് അല്ലെങ്കിൽ മൈക്രോ സ്കൾപ്ചറിങ് കാണാൻ പറ്റുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർണമെൻറ്റേഷൻസ്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളനിൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളണം, നോട്ട് ചെയ്തോളണം. സ്പോറോപൊളനിൻ. ഈ സ്പോറോപൊളനിൻ എന്നുള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ നേച്ചർ. സ്പോറോപൊളനിൻ പെട്ടെന്ന് ഡീക്കേ നടക്കാത്ത അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാത്ത ഒരു മെറ്റീരിയലാണ് സ്പോറോപൊളനിൻ. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് ആർ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. ഓക്കെ, ദെൻ ദിസ് എക്സൈൻ വോൾ അറ്റ് സം ഏരിയാസ് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഓർ തിൻ. ഇറ്റ് ഈസ് കോൾഡ് germ pore. Germ pore help in pollen germination. Then second wall is intine. ഇന്നർ വോൾ തിന്നാണ്, യൂണിഫോം ലെയറാണ്, എല്ലായിടത്തും ഒരേപോലെ തിന്നാണ്. മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സാധാരണ എല്ലാ വോളിൻ്റെയും പോലെ തന്നെ സെല്ലുലോസും പെക്റ്റിനുമാണ്. ജെർമിനേഷൻ്റെ സമയത്ത് ഇത് പോളൻ ട്യൂബായിട്ട് എമർജ് ചെയ്ത് വരും, ഇൻറ്റൈൻ വോൾ. സോ എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ മറന്നു പോകരുത്. സ്പോറോപൊളനിൻ, germ pore, ഈ പറഞ്ഞ ടേംസൊക്കെ ക്ലിയറാക്കി മനസ്സിലാക്കി വെക്കുക. germ pore എന്തായിരുന്നു? ഇറ്റ് ഈസ് തിൻ ഏരിയ പ്രസൻറ്റ് ഇൻ എക്സൈൻ വോൾ. ഓക്കെ, പോളൻ ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്മോൾ തിന്നായിട്ടുള്ള ഏരിയാസാണ്. ഒന്നിൽ കൂടുതൽ germ pores ഒരു പോളൻ ഗ്രെയിനിൽ കാണാൻ പറ്റും. ഈ ഒരു പിക്ചർ വരച്ചെടുത്ത് ലാബിൽ ചെയ്ത് വെക്കണം, പോളൻ ഗ്രെയിനിൻ്റെ പിക്ചർ. ഇനി പോളൻ ഗ്രെയിനകത്ത് കാണുന്ന സെൽസ്, ഈ രണ്ട് വോൾ ലെയർ ഒക്യുപ്പൈ ചെയ്യുന്ന സെൽസ്. There are two haploid cells present in a mature pollen grain. A large vegetative cell and a small generative cell. പോളൻ ഗ്രെയിനകത്തൊരു മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് സെൽസ് ഫോം ചെയ്യുന്നു. ഒന്ന് ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും രണ്ടാമത്തത് സ്മോൾ ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെല്ല് ലാർജാണ്, ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഫുഡ് മെറ്റീരിയലാണ് മെയിൽ ഗമീറ്റിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറേറ്റീവ് സെൽ സ്മോൾ സ്പിൻഡിൽ ഷേപ്പ്ഡ്. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിനകത്ത് ഇത് കാണാൻ പറ്റും, വരച്ചെടുക്കണം, നോട്ട് ചെയ്യണം. ഓക്കെ, ഇത് നമ്മളെ NCERT കാണുന്ന പിക്ചറാണ്. ആദ്യം കാണുന്ന പോളൻ ടെട്രാഡ്, പിന്നെ ഒരു ഇൻഡിവിജ്വൽ പോളൻ ഗ്രെയിൻ, അത് ഡിവൈഡ് ചെയ്തിട്ട് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുമായിട്ട് മാറുന്നത്. NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി വൃത്തിയായിട്ട് പിക്ചർ വരച്ചെടുക്കുക, മനസ്സിലാക്കി വെക്കാം പോളൻ ഗ്രെയിൻ്റെ ഫോർമേഷൻ ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം ഈച്ച് പോളൻ ഗ്രെയിൻ ക്യാരി ടു സെൽസ്, ലാർജ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് സ്മോൾ ജനറേറ്റീവ് സെൽ. In majority of plants, about 60% of the plants, anther dehiscence and pollen shed എന്ന് പറഞ്ഞാൽ ആന്തർ വാൾ പൊട്ടി പോളൻ ഗ്രെയിൻസ് പുറത്തു വരുന്നത് ടു സെൽഡ് കണ്ടീഷനിലാണ് മെജോറിറ്റി ഓഫ് പ്ലാന്റ്സിലും. പക്ഷെ ചില പ്ലാന്റ്സിൽ ഈ ജനറേറ്റീവ് സെൽ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യും. ജനറേറ്റീവ് സെൽ അഗൈൻ ഡിവൈഡ് ടു ഫോം ടു മെയിൽ ഗമീറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോളൻ ഗ്രെയിൻ മെയിൽ ഗാമെറ്റോഫൈറ്റ് ആണ്. So in majority of plants the pollen shed occur at a two-celled condition. Which are the two cells? Vegetative cell and generative cell. In some plants pollen shed occur at a three-celled condition
വിച്ച് ആർ ദ 3 സെൽസ്? ലാർജ് വെജിറ്റേറ്റീവ് സെൽ, പിന്നെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന 2 മെയിൽ ഗമീറ്റും. അതായത് ലാർജ് വെജിറ്റേറ്റീവ് സെൽ പ്ലസ് 2 മെയിൽ ഗമീറ്റ്. ഇറ്റ് ഈസ് ദ 3 സെൽഡ് കണ്ടീഷൻ. ഓക്കെ. Now we are going to discuss about some terms related with the pollen grains. First one, pollen allergy. പേര് പോലെ തന്നെ ചില പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കും. പോളൻ ഗ്രെയിൻസ് ഓഫ് സം പ്ലാന്റ്സ് കോസസ് അലർജിക് പ്രോബ്ലംസ്, എസ്പെഷ്യലി റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാവുക, ലൈക്ക് ആസ്മ, ബ്രോങ്കൈറ്റിസ് എക്സെട്ര. പോളൻ അലർജി. പിന്നെ പോളൻ അലർജി ഉണ്ടാക്കുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ്. പാർത്തീനിയം എന്നുള്ള പ്ലാന്റിൻ്റെ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. പാർത്തീനിയം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാരറ്റ് ഗ്രാസ്. Pollen grains of Parthenium causes allergy problems, especially respiratory disorders. ഓക്കെ. അപ്പം പോളൻ അലർജി എന്നുള്ളതാണ് ഒരു ടേം. പാർത്തീനിയം ഒരു വീടാണ്, ഒരു കളയായിട്ടാണ് നമ്മളെ ഫീൽഡിൽ അതിനെ കാണപ്പെടുന്നത്. നെക്സ്റ്റ്, പോളൻ പ്രോഡക്ട്സ്. നെക്സ്റ്റ് ടേം പോളൻ പ്രോഡക്ട്സ് ആണ്. പോളൻ ഗ്രെയിൻസ് നമുക്കറിയാം റിച്ച് വിത്ത് ന്യൂട്രിയൻസ്. വെജിറ്റേറ്റീവ് സെല്ലിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, റിച്ച് വിത്ത് ന്യൂട്രിയൻസ്. സോ ഈ പോളൻ ഗ്രെയിൻസ് വെച്ചിട്ട് ടാബ്ലറ്റ്സും സിറപ്സും ഒക്കെ അവൈലബിൾ ആണ്. അത് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഈ പോളൻ പ്രോഡക്ട്സ് അത്ലറ്റ്സിൻ്റെയും റേസ് ഹോഴ്സിൻ്റെയൊക്കെ കപ്പാസിറ്റി കൂട്ടാൻ, അവരുടെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യും. കണ്ടോ, നമുക്ക് ബോട്ടിൽഡ് ആയിട്ട് കാണുന്ന കുറേ അധികം പ്രോഡക്ട്സ്, പോളൻ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹൈലി ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള പോളൻ പ്രോഡക്ട്സ് ആണ്. അപ്പം ഇത് റേസ് ഹോഴ്സിൻ്റെയും അത്ലറ്റ്സിൻ്റെയൊക്കെ കപ്പാസിറ്റി കൂട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ബീ പൊള്ളൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ട ഒരു പിക്ചറാണിത്. ബീ പൊള്ളൻ ടാബ്ലറ്റ്സും സിറപ്സും ഒക്കെ. Next, pollen viability. Next term. What is pollen viability? It is the period for which pollen grains remain functional. Pollen grain ആന്തറിൽ നിന്ന് ഡിഹൈസ് ചെയ്ത് പുറത്ത് വന്ന് അത് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പോളിനേഷൻ നടക്കണം. ആ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടുന്ന് അതിന് ജെർമിനേറ്റ് ചെയ്യാൻ ഒരു പീരിയഡ് ഉണ്ട്. ഓക്കെ. ആ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അതിന് ജെർമിനേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും, അത് ഡെഡ് സെല്ലായിട്ട് മാറും. അപ്പോൾ അത് പല പ്ലാന്റ്സിന് പലതാണ്. നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് റൈസ്, വീറ്റ്, സീരിയൽസിൽ സം ഓഫ് ദ സീരിയൽസിൽ അത് 30 മിനിറ്റ്സ് ആണ് അതിൻ്റെ വയബിലിറ്റി പീരീഡ്. 30 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ജെർമിനേറ്റ് ചെയ്യണം. അതുപോലെ റോസേസി, ലെഗുമിനോസെ, സോളനേസിയെ പോലുള്ള ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സിൽ ഫ്യൂ മന്ത്സ് ആണ് അതിൻ്റെ വയബിലിറ്റി പീരീഡ്. നെക്സ്റ്റ്, പോളൻ ഗ്രെയിൻസിനെ നമുക്ക് പ്രിസർവ് ചെയ്യാം. പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സെമനൊക്കെ പ്രിസർവ് ചെയ്യുന്ന പോലെ പോളൻ ബാങ്കുകളിലാണ് പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്യാം. പോളൻ ഗ്രെയിൻസ് ആർ പ്രിസർവ്ഡ് അറ്റ് ലോ ടെമ്പറേച്ചർ വിതൗട്ട് ലൂസിങ് ദെയർ വയബിലിറ്റി. അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ, അതിൻ്റെ ലിവിങ് നേച്ചറിൽ തന്നെ അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ വി ക്യാൻ പ്രിസർവ് ഇൻ ലിക്വിഡ് നൈട്രജൻ. നോക്കൂ, -196 ഡിഗ്രി സെൽഷ്യസിൽ ലോ ടെമ്പറേച്ചറിൽ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാം. ഇതിനെ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയാം കേട്ടോ. ഒരു സെല്ലിനെ അതിൻ്റെ ലോ ടെമ്പറേച്ചറിൽ അതിൻ്റെ ലിവിങ് കണ്ടീഷനിൽ അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ അതിനെ പ്രിസർവ് ചെയ്യുന്നതിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയാം. അപ്പോൾ സെമൻ ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പോളൻ ബാങ്ക് അവൈലബിൾ ആണ്. ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിലാണ് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. പ്ലാന്റ് ബ്രീഡിംഗ് എന്നുള്ള, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ എടുത്തിട്ട് അതിന് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്താനുള്ള പ്രോഗ്രാം, പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന പ്ലാന്റ്സിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം, അതിൻ്റെ ജീൻസിനെ പ്രിസർവ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മളെ വീഡിയോ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. Okay, thank you.